കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് മൂലം കളമശ്ശേരി നഗരസഭയിലെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ഐ ഗ്രൂപ്പ് നിർദ്ദേശിച്ച റുഖിയ ജമാലിനെ കോൺഗ്രസ് നേതൃത്വം തള്ളി. റുഖിയയെ അംഗീകരിച്ചില്ലെങ്കിൽ കൗൺസിൽ സ്ഥാനം രാജിവെക്കുമെന്നാണ് ഐ ഗ്രൂപ്പ് അംഗങ്ങളുടെ ഭീഷണി. രാവിലെ പാർലമെന്ററി പാർട്ടി യോഗം ചേരാനെത്തിയപ്പോൾ പാർട്ടി ഓഫീസ് ഐക്കാർ താഴിട്ട് പൂട്ടി. തുടർന്ന് DCC പ്രസിഡന്റ് VJ പൗലോസ് യോഗം അടുത്ത ഹോട്ടലിലേക്ക് മാറ്റി. ഐ ഗ്രൂപ്പിന്റെ നിർദ്ദേശം അവഗണിച്ച് എ ഗ്രൂപ്പിലെ ജെസി പീറ്ററിനായി വിപ്പ് നൽകി. എന്നാൽ അത് അംഗീകരിക്കില്ലെന്ന് മുൻ നഗരസഭാ അധ്യക്ഷനും KPCC ഭാരവാഹിയുമായ ജമാൽ മണക്കാടിന്റെ വീട്ടിൽ ചേർന്ന ഐ ഗ്രൂപ്പ് യോഗം വ്യക്തമാക്കി. ജമാൽ മണക്കാടിന്റെ ഭാര്യയാണ് ഐ ഗ്രൂപ്പ് നോമിനിയായ റുഖിയ. തങ്ങളുടെ തീരുമാനം അംഗീകരിച്ചില്ലെങ്കിൽ കൗൺസിൽ സ്ഥാനം രാജിവെക്കുമെന്ന് ഐ ഗ്രൂപ്പ് വ്യക്തമാക്കി. ഞങ്ങൾ DCCക്ക് രാജിയുടെ കോപ്പി സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് തീരുമാനം ഞങ്ങൾ വ്യക്തമായി അറിയിച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ രാജി തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങുകയുള്ളൂ. നിലവിൽ 23 അംഗങ്ങളുള്ള UDFന് 18 കോൺഗ്രസ് അംഗങ്ങളാണ് ഉള്ളത്. ഇവരിൽ 12 പേർ ഐ ഗ്രൂപ്പും ബാക്കി എ ഗ്രൂപ്പുമാണ്. തർക്കത്തെ തുടർന്ന് കൗൺസിലിൽ നിന്ന് UDF വിട്ടുനിന്നു. ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് LDF ആരോപിച്ചു. കോൺഗ്രസിന്റെ പ്രസിഡന്റിനും KPCC പ്രസിഡന്റിനും പുല്ലുവില കൽപ്പിച്ച ഒരു പ്രദേശത്ത് എന്ത് സമീപനമാണ് ശ്രീ VM സുധീരൻ സ്വീകരിക്കാൻ പോകുന്നത്? തർക്കം പരിഹരിക്കാൻ ഒടുവിൽ KPCC നേതൃത്വം തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.